അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം മദീനയിലെ മസ്ജിദുൻ നബവിയിലേക്ക് കയറി വരുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ബഹുമാന്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാണ്? എല്ലാവരും ഇവിടെ ഇരുന്ന് ഇബാദത്ത് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഉടനെ തന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, നഹ്നുൽ മുതവക്കിലൂൻ, ഞങ്ങൾ എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഖിറത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകളാണ്. ഞങ്ങൾ ദുനിയാവുമായി ബന്ധമില്ലാത്ത ആളുകളാണ്. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഇരുന്ന ആളുകളെ മുഴുവനും ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവരോട് ഇങ്ങനെ പെരുമാറിയത്? ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് മനുഷ്യരായ നമ്മെ അയച്ചിരിക്കുന്നത് പ്രവർത്തന രംഗത്ത് സജീവമാകുന്നതിന് വേണ്ടിയാണ്. ആ പ്രവർത്തന സജീവതയ്ക്ക് വിഘാതമാകുന്ന രൂപത്തിൽ അലസതയോ അവധാനതയോ ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടായിക്കൂടാ. എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചു എന്ന് പറയുകയും തൊഴിലൊന്നും ചെയ്യാതെ വീട്ടിലുള്ള ഭാര്യമാരെയും സന്താനങ്ങളെയും ഒക്കെ പട്ടിണിക്കിട്ട് അവരുടെയൊക്കെ വെറുപ്പും വിദ്വേഷവും സമ്പാദിക്കുന്ന ഒരു പറ്റം മുത്തവക്കിലീങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മടിയന്മാരോടാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പെരുമാറിയത്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുകയുണ്ടായി, ലാ യഖഉദു അഹദുക്കും മിൻ ത്വലബിർ റിസ്ഖി, നിങ്ങൾ ഉപജീവനം നേടുന്നതിന് തടസ്സമാകുന്ന രൂപത്തിൽ ഇങ്ങനെ ഏത് സമയവും ഇവിടെ വന്ന് ഇരിക്കരുത്. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാകണം. വെറുതെ ഇരുന്ന് അള്ളാഹുവേ എനിക്ക് വേണ്ടതെല്ലാം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പ്രാർത്ഥനക്കൊപ്പം നിങ്ങളുടെ പ്രവർത്തനം കൂടി ഉണ്ടാവണമെന്ന മഹത്തായൊരു പാഠമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ആ സ്വഹാബികൾക്ക് നൽകിയത്. മഹാനവറുകൾ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു, നിങ്ങൾ ഇവിടെ ഇരുന്ന് അള്ളാഹുവിനോട് എല്ലാം തരണേ, അള്ളാഹുവിനോട് ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കണേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഭദ്രമാക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ വഴിയിൽ, അല്ലെങ്കിൽ അള്ളാഹു താല നിങ്ങൾക്ക് തന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തി അധ്വാനിച്ച് ജീവിക്കണം. വഖദ് അലിംതും, നിങ്ങൾക്കറിയാമല്ലോ, അന്നസ്സമാ അലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ, ആകാശത്ത് നിന്നൊരിക്കലും സ്വർണമോ വെള്ളിയോ പൊട്ടി വീഴില്ല. ആകാശത്തു നിന്ന് സ്വർണമോ വെള്ളിയോ ഇങ്ങനെ വർഷിക്കുകയില്ല. മറിച്ച് അതിനുള്ള സബബുകൾ, അതിനുള്ള കാരണങ്ങളൊക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ സന്ദേശം വലിയൊരു പാഠമാണ് മുസ്ലിം സമൂഹത്തിന് നൽകുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ മുഴുവൻ പുരോഗതികൾക്കും വിഘാതമായ, ദുനിയാവിലും ആഖിറത്തിലും നിരവധി പരാജയങ്ങൾ മാത്രം സമ്മാനിക്കുന്നൊരു സ്വഭാവമാണ് അലസത അഥവാ മടി. മടി കൊണ്ട് നിരവധി ദൂഷ്യഫലങ്ങൾ ഉണ്ടാകും. ആയുസ് പാഴാകും, വെറുതെ സമയം നഷ്ടപ്പെടും, ബുദ്ധി മരവിക്കും, ഉപയോഗിക്കാത്തിടത്തോളം കാലം ബുദ്ധിക്ക് മൂർച്ച കുറയും, അതുപോലെ ഉത്സാഹം നശിപ്പിക്കും, എപ്പോഴും അവശനും അലസനുമായിരിക്കും, ഇബാദത്തുകൾ ഇല്ലാതെയാകും. ആരാധനാകർമ്മങ്ങളിലുള്ള അലസത ഒരു വേള പരലോകത്തെ മുഴുവനും നഷ്ടപ്പെടുത്തി കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ നിസ്കാരശേഷവും അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അല്ലാഹുവേ അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വഭാവത്തിൽ നിന്ന് കാവൽ ചോദിക്കണമെങ്കിൽ എത്ര ഭീകരമായിരിക്കും ആ സ്വഭാവത്തിൻ്റെ പരിണിത ഫലങ്ങൾ. ഇവിടെ മഹാന്മാർ വിശദീകരിക്കുന്നത് കാണാം. അജ്സ് എന്ന് പറയുന്നത്, അശക്തത എന്ന് പറയുന്നത്
നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നല്ല താല്പര്യമുണ്ട്. ഈ ഒരവസ്ഥയാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ സാധിക്കില്ല. ഈ ഒരവസ്ഥയിൽ എന്നെ നീ ആക്കരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്നത്. തൊട്ടടുത്ത് പ്രാർത്ഥിക്കുന്നത് വൽ കസിൽ, എല്ലാം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കും, അതിന് സാധിക്കുകയും ചെയ്യും, പക്ഷേ മടി കാരണം അത് നിർവഹിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകും. ഈ ഒരവസ്ഥയിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാവൽ തേടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബിവര്യനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകൾ അവിടുത്തെ ശിഷ്യന്മാരോട് ഉപദേശിച്ചത് കാണാം. നിങ്ങൾ ഒരിക്കലും മടിയന്മാരാവരുത്. ഞാൻ മടിയനാണെന്ന് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ്. പ്രവർത്തന രംഗത്ത് നന്നായി തിളങ്ങുക, അലസത മാറ്റുക, അലസതയെ വെറുക്കുക, അലസന്മാരോട് കൂട്ടുകൂടാതിരിക്കുക. വിശുദ്ധ ഖുർആൻ എല്ലാ പ്രവാചകന്മാരോടുമായി വലിയൊരു സന്ദേശം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. യാ അയ്യുഹർ റുസുൽ, ഓ എൻ്റെ ദൂതന്മാരായ പ്രവാചകന്മാരെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, വഅ്മലൂ സ്വാലിഹ, നിങ്ങൾ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇവിടെ പ്രവർത്തിക്കാനും അധ്വാനിക്കാനുമാണ് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരോട്, എല്ലാ മനുഷ്യരുടെയും മാതൃകാ പുരുഷന്മാരായ പ്രവാചകന്മാരോട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. ഇഅ്മലൂ, നിങ്ങൾ നന്നായി അധ്വാനിക്കണം, വലാ തത്തക്കിലു, എല്ലാം അള്ളാഹു നൽകുമെന്ന് കരുതി വെറുതെ ഇരിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടായിക്കൂടാ. എന്തുകൊണ്ടാണ് അലസത മനുഷ്യരെ പിടിപെടുന്നത്? അതിന് പല കാരണങ്ങളുണ്ടാകാമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒന്ന്, ആരോഗ്യ കാരണങ്ങളാണ്. ആരോഗ്യപരമായ ചില പ്രയാസങ്ങൾ കാരണം അലസത ഉണ്ടാകാം. ചില രോഗങ്ങൾ കാരണം എല്ലാത്തിനും ഉന്മേഷക്കുറവ് അനുഭവപ്പെട്ടേക്കാം. അങ്ങനെ വരുമ്പോൾ അതിനുള്ള ചികിത്സാ രീതികൾ തേടണം, അതിനുള്ള മരുന്നുകൾ കഴിക്കേണ്ടതായി വരും. അത് ചെയ്യണം. രണ്ടാമത്തത്, വിനോദ ഉപകരണങ്ങളോടുള്ള അമിതമായ ഭ്രമമാണ്. വിനോദങ്ങളിലും വെറുതെ സമയം കളയുന്ന മറ്റ് ഏർപ്പാടുകളിലും മുഴുകിയാൽ നമുക്ക് സ്വാഭാവികമായി മടിയുണ്ടാകും. അത്തരം ഗെയിമുകൾ, അതുപോലെ അത്തരം വിനോദങ്ങൾ, ഇതൊക്കെ അവസാനിപ്പിക്കുക എന്നതാണ് ആ മടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. മൂന്നാമത്തത് അമിതമായ ഭക്ഷണമാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പലപ്പോഴും അലസതയ്ക്ക് വഴിവെക്കും. പ്രവർത്തനത്തിൻ്റെ മികവിനെ അത് ബാധിക്കും. അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിച്ചുകൂടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ വയറിൻ്റെ 1/3 മാത്രം നിറക്കാനേ ഒരു വിശ്വാസി പാടുള്ളൂ. ഒരിക്കൽ പോലും 16 വർഷത്തിനടുക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പഠിപ്പിച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൽ സർവ്വലോക വിശ്വാസികൾക്ക് മാതൃകയാണ്. അതുപോലെ ചില പ്രധാനപ്പെട്ട ശീലങ്ങൾ മടിയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ്. ആ ശീലങ്ങൾ മാറ്റിയെടുക്കുക, അതല്ലാതെ അതിന് മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുപോലെ മടിയന്മാരോട് സഹവസിക്കാതിരിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം, ലാ തസ്ഹബിൽ കസ്ലാൻ, ഒരിക്കലും മടിയന്മാരോട് സഹവസിക്കാൻ പാടില്ല. ക്രമേണ നമുക്കും ആ അലസത, മടി എന്ന ദുസ്വഭാവം വന്നു ചേരും. കാരണം ഓരോരുത്തരും തൻ്റെ സുഹൃത്തിൻ്റെ ഹിതമനുസരിച്ചും അവൻ്റെ മാർഗത്തിലൂടെയുമാണ് സഞ്ചരിക്കുക. മടിയനോട് സഹവസിച്ചാൽ കൂടുതൽ വൈകാതെ നാമും മടിയനായി മാറും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ ഇങ്ങനെ സന്നിഹിതരായിരിക്കുന്ന സമയത്ത് വളരെ അലസത ബാധിച്ച് കോട്ടുവായിട്ട് ഒരു ബോധവുമില്ലാതെ ഇബാദത്തെടുക്കുന്ന ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. ഉടനെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ നന്നായി ആക്ഷേപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, നീ ഒരിക്കലും ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആരാധനാ കർമ്മങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നല്ല ആവേശത്തോടെയും ഉന്മേഷത്തോടെയുമാണ് നിർവഹിക്കേണ്ടത്. അല്ലാതെ ആർക്കോ വേണ്ടി എന്തോ ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഇബാദത്തുകളിൽ പോലും അലസത ഉണ്ടാവാൻ പാടില്ല. ഇബാദത്തിൽ അലസത ഉണ്ടാകുന്ന ആളുകളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ മുനാഫിക്കുകൾ, കപടവിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് അല്ലാഹു തആല അവരെ പരിചയപ്പെടുത്തിയത്. വൈദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. മുനാഫിക്കുകളെക്കുറിച്ച്, കപടവിശ്വാസികളെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നത്, അവർ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ അവർ മടിയന്മാരായിട്ടാണ് നിൽക്കുക. അത്രയും മടിയായിരിക്കും അവർക്ക്. അള്ളാഹുവിൻ്റെ യഥാർത്ഥ അഭിമുഖത്തിൻ്റെ ആ മാധുര്യം അനുഭവിക്കാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല. മടിയുടെ കൂട്ടത്തിൽ ഒരുപാട് മടിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിസ്കരിക്കാനുള്ള മടി, അത്
വല്ലാത്ത മടിയാണ് പരലോകത്തെ നശിപ്പിക്കുന്ന, ദുനിയാവിലുള്ള മുഴുവൻ ഐശ്വര്യങ്ങളെയും ഇല്ലാതെയാക്കി കളയുന്ന സ്വഭാവമാണ്. ഒരിക്കലും ഇബാദത്ത് കർമ്മങ്ങളിൽ മടി കാണിച്ചുകൂടാ. അത് ഒരേ സമയം നമ്മുടെ ദുനിയാവിനെയും ആഖിറത്തിനെയും നഷ്ടപ്പെടുത്തുന്ന വലിയ ഒരസുഖമാണ്. അതുപോലെ ജമാഅത്ത് നഷ്ടപ്പെടുത്താനുള്ള മടി, ജമാഅത്ത് നിർവഹിക്കാനുള്ള മടി. ആ ജമാഅത്ത് നിസ്കാരം മര്യാദക്ക് നിർവഹിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ വെറുതെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുക മടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഓരോ നിസ്കാരങ്ങളും ജമാഅത്തായി നിസ്കരിക്കുന്നവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം. അങ്ങനെ നിസ്കാരം നിർവഹിച്ചവൻ അസ്ബഹ നഷീയത്വൻ ത്വയ്യിബൻ നഫ്സ്, നല്ല മനസ്സുള്ള നല്ല ഉന്മേഷവാനായി അവൻ മാറും. അതേ സമയത്ത് അതിലൊന്നും വേണ്ടത്ര ശ്രദ്ധ പതിപ്പിച്ചിട്ടില്ലെങ്കിൽ അവനായിത്തീരുക ഹബീസൻ നഫ്സി കസ്ലാൻ, അവൻ മടിയനായി മാറും, ചീത്ത മനസ്സുള്ളവനായി മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിയാൽ ഒരിക്കലും നമ്മൾ മടിയന്മാരാകില്ല, അല്ലെങ്കിൽ മടിയന്മാരാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നത് കാണാം. ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴും അതുപോലെ ബാധ്യതകൾ നിറവേറ്റുമ്പോഴുമൊക്കെ നല്ല ഉന്മേഷവും ആവേശവും അതിലൊക്കെ നല്ല കൃത്യതയും വ്യക്തതയുമൊക്കെ വേണം. അതിനൊന്നും മടി കാണിച്ചുകൂടാ. പല ആളുകളുമുണ്ട് ഉത്തരവാദിത്തത്തിൽ മടി കാണിക്കുന്ന ആളുകൾ. ഒരിക്കലും അത് നല്ലതാണെന്നവർ കരുതരുത്. കുടുംബജീവിതമാവട്ടെ, ഭാര്യ സന്താനങ്ങളുടെ കാര്യമാവട്ടെ, ഉദ്യോഗ തലങ്ങളിലാവട്ടെ, ഏത് രംഗത്താണോ ഒരാൾ പ്രവർത്തിക്കുന്നത് ആ മേഖലകളിൽ മുഴുവനും വേണ്ടതാണ് ഉത്തരവാദിത്വ ബോധം. അതില്ലാതിരിക്കുമ്പോഴാണ് അവിടെ അലസതയും വിമുഖതയും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, കുല്ലുക്കും റാഇൻ, നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി, തൻ്റെ ഭരണീയരെക്കുറിച്ച് എല്ലാവരോടും നാളെ ചോദ്യമുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ ഏൽപ്പിച്ച ഏതെല്ലാം ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടോ അത് മുഴുവനും മുറ പോലെ നിറവേറ്റുക. അതിലൊക്കെയുള്ള അലസതകൾ മാറ്റുക. എപ്പോഴും ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി നമ്മെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ, കർമ്മങ്ങൾ, അള്ളാഹുവിനുള്ള കർമ്മങ്ങളും ജനങ്ങളോടുള്ള ബാധ്യതകളുമൊക്കെ നിർവഹിക്കുക. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല അലസത എന്ന ആ ദുർഗുണത്തിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആവേശത്തോടെ ഉന്മേഷത്തോടെ ഇസ്ലാമിനു വേണ്ടി, അതുപോലെ സമൂഹത്തിനും ഈ നല്ല നാടിനും വേണ്ടി, നാടിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.